എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന്റെ 6ാം ദിവസം ചങ്ങനാശ്ശേരി അണിയറയുടെ തിര എന്ന നാടകം അരങ്ങേറി. നാടകോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി അണിയറ അവതരിപ്പിക്കുന്നു തിര. The number you are calling is either switched off or not reachable at the moment. എന്റെ ഇഷ്ടത്തിന് വളർത്തണം. ഞാൻ നിശ്ചയിക്കും നിന്റെ ജീവിതം. ബുദ്ധിമുട്ടുണ്ടോ? സോണി നിന്നോടാ ബുദ്ധിമുട്ടുണ്ടോ എന്ന്? ഇല്ല പച്ച. അപ്പച്ച പറയുന്നത് എന്തോ ഞാൻ കേട്ടോളാം. വലുതായ മക്കളെ ഇങ്ങനെ ചെയ്യുന്നത് ടോക്സ് പാരന്റിംഗ്. തോളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ, ബാലൻ മാണിയോട്ട്, ഗിരീഷ് രവി, ഗിരീഷ് കൽപ്പകത്തൂർ, PU ലിംസൺ മാസ്റ്റർ, ഹൈദ്രാലി മക്കത്ത് എന്നിവർ സംബന്ധിച്ചു. സാംസ്കാരിക പ്രവർത്തനം തന്നെ ഒരു സമരമായി മാറുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ആഗോളവൽക്കരണ കാലമാണിത്. 39 വർഷം തുടർച്ചയായി അത്യാധുനികതയുടെ തേരിൽ പുതുലോകം യാത്ര ചെയ്യുമ്പോൾ നാടിന്റെ നല്ല നന്മകളെയും അടിസ്ഥാന സമ്പത്തിനെയും തൊട്ട് മുന്നോട്ടു പോകാൻ പറ്റുന്നൊരാശയം തന്നെ ഗംഭീരമാണെന്ന് സാംസ്കാരിക സദസ്സിന് ശേഷം CCTVയോട് പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ശൈവ നാടകോത്സവം ഒരു നവാനുഭവമാണ്. പുതിയൊരു കാലത്ത് പ്രത്യേകിച്ച് സംഘാടനവും ഒത്തുചേരലും അപകടകരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ 39 വർഷം ഒരു നാടകോത്സവം പിന്നിടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായതിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാധുനികതയുടെ തേരിൽ പുതുലോകം യാത്ര ചെയ്യുമ്പോൾ നാടിൻ്റെ നല്ല നന്മകളെയും നാടിൻ്റെ അടിസ്ഥാന സമ്പത്തിനെയും തൊട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരാശയം തന്നെ വളരെ ഗംഭീരമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒരു സാംസ്കാരിക അനുഭവമാണെന്ന് വരാൻ കഴിയുന്ന ഒരു മനസ്സ് കൊണ്ടുവരണം. ദേശാഭിമാനിയുടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇതിനെ കുറച്ചുകൂടി വ്യാപിപ്പിക്കാൻ ആലോചിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് ഈ ആശയം പറിച്ചു നടാൻ കൂടി പറ്റുമോ എന്നന്വേഷിക്കാനുള്ള ഒരു പരീക്ഷണവും പരിശോധനയും കൂടിയാണ് ഈ യാത്രകൾ. വളരെ ധന്യമായിട്ടുള്ളൊരു യാത്രയായിട്ടാണ് ഇതിനെ തോന്നുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒരു സാംസ്കാരിക അനുഭവമാണ് എന്ന് പറയാൻ കഴിയുന്നത് ദേശാഭിമാനിയുടെ മാതൃകാപരമായ പ്രവർത്തനമാണ്. അതിനെ വ്യാപിപ്പിക്കാൻ ആലോചിക്കേണ്ടതുണ്ട്. DYFI സമ്മേളനവേദിയിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകത്തിലെ ഏതാനും ഭാഗങ്ങൾ അടർത്തിമാറ്റി വിവാദം സൃഷ്ടിക്കുന്നതിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചു. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ പറ്റാത്ത താൽപര്യക്കാർ വളർന്നുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അപകടകരമായ മുഹൂർത്തത്തിലുണ്ടായൊരു യാഥാർത്ഥ്യത്തെ ഒരു ജയിലറയ്ക്കകത്ത് ഒരു സ്ത്രീ അനുഭവിപ്പിക്കപ്പെട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ലോകത്തോട് തന്നെയുള്ള അവരുടെ യാത്രയും സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഏറ്റവും ശരിയായ വിധത്തിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. PJ ആന്റണി നിർമ്മാല്യത്തിൽ അവതരിപ്പിച്ച വെളിച്ചപ്പാട് ഇനി ഉണ്ടാകില്ല എന്ന് പറയുന്ന പോലെ ഇന്ന് ആ വെളിച്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ മാത്രമാണ് ഈ കഥാപാത്രത്തിനോടുള്ള സംഘടിതമായിട്ടുള്ള ചില താൽപര്യക്കാരുടെ ധാരണ. അവർ സംസ്കാരത്തെ അറിയാത്തവരാണ്, നാടകത്തെ അറിയാത്തവരാണ്. നാടകാനുഭവങ്ങളുടെയും പ്രതികരണത്തിന്റെയും രൂപങ്ങളെപ്പോലും ആക്രമിക്കപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ സമൂഹം നിലനിൽക്കേണ്ടതുണ്ടെന്നും രാജൻ കൂട്ടിച്ചേർത്തു. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ പറ്റാത്ത ഒരു താല്പര്യക്കാർ വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അപകടകരമായ മുഹൂർത്തത്തിൽ ഉണ്ടായൊരു യാഥാർത്ഥ്യത്തെ, ഒരു ജയിലറയ്ക്കകത്ത് ഒരു സ്ത്രീ അനുഭവിക്കപ്പെട്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും അതിനുശേഷം ലോകത്തോട് തന്നെയുള്ള അവരുടെ യാത്രയും സൂചിപ്പിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഏറ്റവും ശരിയായ വിധത്തിൽ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. PJ ആന്റണി നിർമ്മാല്യത്തിൽ അവതരിപ്പിച്ച ആ വെളിച്ചപ്പാടിനി ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് ആ വെളിച്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഈ കഥാപാത്രത്തിനോടുള്ള സംഘടിതമായിട്ടുള്ള ചില താല്പര്യക്കാരുടെ ധാരണ. അവർ സംസ്കാരത്തെ അറിയാത്തവരാണ്, നാടകത്തെ അറിയാത്തവരാണ്. ഇപ്പോൾ VCയുടെ ശവസംസ്കാരം നടത്തിയെന്നൊക്കെ പറയുന്നത് പോലെയുള്ള നാടകാനുഭവങ്ങളുടെയും പ്രതികരണത്തിൻ്റെയും രൂപങ്ങളെപ്പോലും ആക്രമിക്കപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ സമൂഹം നിൽക്കേണ്ടതുണ്ട്.